വാഗമൺ മൊട്ടക്കുന്ന് പാലൊഴുകുംപാറ റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി. സ്കൂൾ ബസ്സുകളടക്കം കടന്നുപോകുന്ന റോഡാണ് തകർന്ന് കാൽനട യാത്ര പോലും ദുഷ്കരമായ രീതിയിൽ തകർന്നു കിടക്കുന്നത്. 4 കോടി രൂപ അനുവദിച്ച് കരാറായെങ്കിലും കരാറുകാരൻ റോഡ് നിർമ്മാണം വൈകിക്കുകയാണെന്നും ആരോപണം. ലോകബാങ്കിന്റെ സഹായത്തോടെയാണ് വാഗമൺ മൊട്ടക്കുന്ന് പാലൊഴുകുംപാറ റോഡ് നിർമ്മിച്ചത്. തുടർന്ന് റോഡിനെ അധികൃതർ അവഗണിച്ചു. ഇതോടെ റോഡ് കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയിലായി. 5 സ്കൂൾ ബസ്സുകൾ അടക്കം കടന്നു പോകുന്ന റോഡാണ് തകർന്ന് കാളവണ്ടിക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ മാറിയിരിക്കുന്നത്. സാംസ്കാരിക കേരളത്തിന് പോലും നാണക്കേടാണ് ഈ റോഡ്. ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ റോഡാണ് ഈ ദുരവസ്ഥയിൽ കിടക്കുന്നത്. വാഗമണ്ണിൽ നിന്നും വളരെ വേഗം ബോണാമിയിലെത്തി ഏലപ്പാറയ്ക്ക് പോകാമെന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. റോഡിന്റെ ദുരവസ്ഥ പലവട്ടം അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് സർക്കാർ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ 4 കോടി രൂപ അനുവദിച്ചെങ്കിലും കരാറുകാരൻ ഐറിഷോടെ നിർമ്മിച്ചതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. റോഡ് ദയനീയാവസ്ഥയിലാണ്. നാട്ടുകാർക്ക് നടന്നു പോലും പോകാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടുന്നു. സ്കൂൾ ബസ് വെള്ളിയോളം സെന്റ് ആൻഡ്രീസ് സ്കൂളിൻ്റെയും മേരിഗിരി തീരുമേട് സ്കൂളിൻ്റെയും സ്കൂൾ ബസ് ദയനീയാവസ്ഥയിലെ പിള്ളേരെ കൊണ്ട് കൂട്ടി കടന്നു പോകുന്നത്. അതുപോലെ തന്നെ പാലൊഴുകുംപാറ, അതിന് തൊട്ടടുത്ത് വരാട്ടുമേട, ആ വ്യൂ പോയിന്റ് കാണാൻ നിരവധി ആൾക്കാർ ഓഫ് റോഡും അല്ലാതെയും വന്നുകൊണ്ടിരിക്കുന്നു. പൈൻ ഫോറസ്റ്റ് 150 ഏക്കറിൻ്റെ ലോവർ പൈനും ഇതിൻ്റെ താഴത്തെ സൈഡിലാണ്. അവിടെ ഇറങ്ങി കുളിക്കാനും സൗകര്യമുള്ളതിനാൽ നിരവധി ശനി ഞായർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ഈ റോഡിൻ്റെ ദയനീയാവസ്ഥ എത്രയും പെട്ടെന്ന് അധികാരികൾ ശ്രദ്ധിക്കണം. പാലൊഴുകുംപാറയെന്ന ബോണാമിലേക്ക് ആ റോഡ് തുറന്നിട്ടുണ്ട്. അവിടുന്ന് 4 കോടിയോടും രൂപ അനുവദിച്ച കോൺട്രാക്ട് വർക്ക് ചെയ്തിട്ട് പാലൊഴുകുംപാറ മൊട്ടക്കുന്ന് ഭാഗത്ത് റോഡിൻ്റെ ഇരു സൈഡിലും കോൺക്രീറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന റോഡാണ് അധികൃതർക്ക് നാണക്കേടുണ്ടാക്കും വിധം തകർന്നു കിടക്കുന്നത്. നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് വാഹനം കടന്നുവരാൻ ബുദ്ധിമുട്ടുണ്ടായതോടെ വിനോദസഞ്ചാരികൾ ബുക്കിംഗുകൾ വേണ്ടെന്ന് വെക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞുവെങ്കിലും റോഡ് എന്ന് സഞ്ചാരയോഗ്യമാക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. കരാറുകാരന്റെ നിരുത്തരവാദിത്വ നിലപാടാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തത്. അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരത്തിനൊരുക്കുകയാണ് പ്രദേശത്തെ റിസോർട്ട് ഉടമകളും നാട്ടുകാരും. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.